നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഭഗവതി ക്ഷേത്ര ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ തകിൽ കലാകാരൻ വള്ളച്ചിറ സതീശനെ അദ്ദേഹത്തിന്റെ ഷഷ്ടിപൂർത്തി ദിനത്തിൽ സുവർണ മുദ്ര നൽകി ആദരിച്ചു. മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വിദ്യാധരൻ മാസ്റ്റർക്ക് വള്ളച്ചിറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തിന്റെ വരവറിയിച്ച് ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ കായവറുക്കൽ ആരംഭിച്ചു. വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ മീൻചന്ത സ്റ്റോപ്പിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ഇന്ന് ഉച്ചയോടെ 1:20 അപകടം. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഭഗവതി ക്ഷേത്ര ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ തകിൽ കലാകാരൻ വള്ളച്ചിറ സതീശനെ അദ്ദേഹത്തിന്റെ ഷഷ്ടിപൂർത്തി ദിനത്തിൽ സുവർണ മുദ്ര നൽകി ആദരിച്ചു. പെരുവനം കുട്ടന്മാരാർ സമാദരണ സദസ്സിന് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ, രാജീവ് മേനോൻ, വേണു പ്ലാക്കൽ, ജയൻ പെരുമ്പിടി എന്നിവർ സംസാരിച്ചു. ക്ഷേത്രത്തിലെ അടിയന്തരക്കാരനാണ് സതീശൻ. മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വിദ്യാധരൻ മാസ്റ്റർക്ക് വള്ളച്ചിറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പുരസ്കാരം നൽകി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പിള്ളി, ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, വാർഡ് മെമ്പർമാരായ കെ രവീന്ദ്രനാഥ്, ബെന്നി തെക്കിനിയത്ത്, രാമൻകുട്ടി മാസ്റ്റർ, വർഗീസ് ചീനാത്ത്, PT ആന്റണി, ഷാജു പെല്ലിശ്ശേരി, മധുസൂദനൻ CS, തോമസ് PD, റോയ് പടിക്കല, വിൻസെന്റ് പിടിയത്ത് എന്നിവർ നേതൃത്വം നൽകി. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തിന്റെ വരവറിയിച്ച് ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ കായവറുക്കൽ ആരംഭിച്ചു. സ്റ്റൗ കത്തിക്കുന്നത് മുതൽ ആരംഭിക്കുന്ന പാചക പരിശീലനം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഉണർവും ഉത്തേജനവും ജീവിതത്തിൽ ആർജിക്കപ്പെടേണ്ട മറ്റു പരിശീലനങ്ങൾക്ക് ധൈര്യം പകരുന്നുവെന്ന് അധ്യാപകർ പറഞ്ഞു. അധ്യാപകരായ ബിന്ദു, ഹരിത, ഇന്ദു, മെബിത എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി കുട്ടികളുടെ നല്ല നിരവധി പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കായ വറുക്കുന്നത്, നമ്മൾ അച്ചാറുണ്ടാക്കുന്നത്, വേറെ പല ആക്ടിവിറ്റീസും ഇവിടെ നമുക്കുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം അമ്മമാരും നന്നായിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ആദ്യമായിട്ടുള്ള ഈ എല്ലാവരും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പങ്കെടുക്കുന്നതായിരിക്കും വളരെ സന്തോഷം. ഇങ്ങനത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കാനും അതുപോലെ അതിൽ നിന്നുള്ള പ്രോഡക്റ്റ് അവർ ഉണ്ടാക്കുക, ഒരു പ്രോഡക്റ്റ് അച്ചാറാണെങ്കിലും ഇപ്പോൾ കായ വറുത്താണെങ്കിലൊക്കെ അത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഉത്സാഹത്തോടു കൂടിയാണ് അതിന് പങ്കെടുക്കുന്നത്. പിന്നെ അവരെ മാതാപിതാക്കളും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. മിക്കവരും പാരൻസ് വന്ന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ
വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ മീൻചന്ത സ്റ്റോപ്പിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ഇന്ന് ഉച്ചയോടെ 1:20 അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന ബനാസിനി ബസ്സും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ലോറി ഡ്രൈവർ തമിഴ്നാട് ഈറോഡ് സ്വദേശി 35 വയസ്സുള്ള അരുണാണ് മരിച്ചത്. സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ സഹചാരി സെന്റർ ആംബുലൻസ്, വാടാനപ്പള്ളി ആക്സ്, ടോട്ടൽ കെയർ, മെക്സിക്കാന തുടങ്ങി ആംബുലൻസുകളിൽ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിലും എത്തിച്ചു. നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്ന ബസ്സിലും മരത്തിലും ഇടിക്കുകയായിരുന്നു. തൃപ്രയാറിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ക്രെയിൻ കൊണ്ട് ലോറിയും ബസ്സും മാറ്റിയാണ് വാഹന ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. ചേർപ്പ് ഗണേശോത്സവ കമ്മിറ്റി ഇരട്ട സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ അരവിന്ദ് രാമനെ ആദരിച്ചു. കോഴിക്കോട് നടന്ന സംസ്ഥാന ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 54 കിലോ സീനിയർ പുരുഷ നോഗി ജി വിഭാഗത്തിൽ ആണ് ഇരട്ട സ്വർണ്ണ മെഡൽ അരവിന്ദ് കരസ്ഥമാക്കിയത്. ചടങ്ങിൽ ഗണേശോത്സവ കമ്മിറ്റി അംഗങ്ങളായ ഗോപിനാഥ് ചേർപ്പ്, ജയൻ പാറക്കോവിൽ, അശ്വിൻ പെരുമ്പിള്ളിശ്ശേരി, മധു പൂച്ചന്നിപ്പാടം, അർജുൻ എന്നിവർ പങ്കെടുത്തു. BLS ഏങ്ങണ്ടിയൂർ നീരുകെട്ടി ശ്രീനിവാസൻ മെമ്മോറിയൽ ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 80+ കാറ്റഗറിയിലാണ് മത്സരം നടന്നത്. വാടാനപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ ബിനു BS ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ആദ്യമേ തന്നെ പറയാം, ഔപചാരിക ഉദ്ഘാടനത്തിന് ഈ കളിക്കട വന്ന് നിങ്ങളുടെ കളി തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു ഉദ്ഘാടന പ്രസംഗം ഞാൻ നടത്തുന്നില്ല. ഈ കളി തന്നെയാണ് ഏറ്റവും നല്ല സ്പിരിറ്റ് എന്ന് ഇവിടെ പറഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും നല്ല സ്പിരിറ്റും കായികപ്രമം തന്നെയാണ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനൊക്കെ നല്ലത്. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങളില്ല. ഈ ശ്രീനിവാസൻ മെമ്മോറിയൽ ഷട്ടിൽ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായിട്ട് നടത്തിയതെന്ന് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ കളിക്കാർക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, അതുപോലെ എൻ്റെ ആശംസകൾ. നിങ്ങൾ വളരെ നല്ല രീതിയിൽ കളിക്കാനും എന്താ പറയുക, ഈ ഷട്ടിൽ ഒരു ലഹരിയാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാനധികം കളിച്ചിട്ടില്ല, ഇപ്പം അതിനുള്ള സമയം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. പ്രസിഡന്റ് OK പ്രൈസൻ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് സബ് ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ സബ് ജൂനിയർ വിഭാഗത്തിൽ സമ്മാനം ലഭിച്ചവർക്ക് ട്രോഫികൾ നൽകി. മുഖ്യ രക്ഷാധികാരി മനോജ് കുമാർ തച്ചപ്പള്ളി, അനിൽകുമാർ പണിക്കാശ്ശേരി, സത്യകാമൻ മാട്ടുമൽ, ഗോപൻ ചേറ്റുവ എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ വിന്നേഴ്സായി ഉല്ലൂരിൽ നിന്നുള്ള ക്ലിൻസും അജേഷും, റണ്ണേഴ്സായി അത്താണിയിൽ നിന്നുള്ള സുമേഷും ഷൈജുവും വിജയികളായി. അഖിൽ കാണാത്ത, സുധിൻ തച്ചപ്പള്ളി എന്നിവർ ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റിന് നേതൃത്വം നൽകി. സ്വരസാഹിതി 2ാം വാർഷിക സമ്മേളനവും അക്ഷരങ്ങൾ പറഞ്ഞത് പുസ്തക പ്രകാശനവും തൃശൂർ ജവഹർ ബാലഭവനിൽ ഗായകനും ഗാനരചയിതാവുമായ അജയ് ഗോപാൽ നിർവഹിച്ചു. പുസ്തകം എഡിറ്റർ ഗീതാഞ്ജലി അധ്യക്ഷയായി. കവി ചന്ദ്രമോഹൻ കൊമ്പളങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. മുരളി മൂത്തേരി, രാജി പെരിങ്ങോട്ടുകര, രവീന്ദ്രൻ, പത്മിനി ശശിധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആദരണീയവും കവിയരങ്ങും ഉണ്ടായിരുന്നു. ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് തൃശൂർ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ AP യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ചില സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓൺലൈൻ സേവന കേന്ദ്ര ലോബിയും ഉദ്യോഗസ്ഥരും ജനങ്ങളെ അവരുടെ ഓൺലൈൻ രേഖകൾ ദുരുപയോഗം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുന്നുണ്ടെന്ന് യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. തൃശൂർ ജില്ലയിൽ 200ഓളം വരുന്ന അക്ഷയ സംരംഭകരും തൃശൂർ ജില്ലയിൽ കുടുംബശ്രീയുടെ ഏകദേശം 100ലധികം വരുന്ന യൂണിറ്റുകളും ഓൺലൈൻ കേന്ദ്രങ്ങളുമായി മുന്നോട്ട് പോയാൽ അക്ഷയ എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ തൃശ്ശൂരിൽ നിന്ന് വൈപ്പ് ഔട്ട് ആകും വിത്തിൻ മന്ത് എന്ന ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം.
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 14 ജില്ലകളിലും 75ഓളം CSE യൂണിറ്റുകൾ കുടുംബശ്രീക്ക് അവർക്ക് അനുവദിച്ച പിന്നെ അക്ഷയ എന്ന നാമധേയം തന്നെ ഓൺലൈൻ രംഗത്തുണ്ടാവില്ല. ഇതിനെതിരെ വില്ലേജ് അടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അക്ഷയ കേന്ദ്രങ്ങളും വ്യാജ കേന്ദ്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തെളിവ് സഹിതം വിവരിച്ചു കൊടുക്കുന്ന വലിയ ക്യാമ്പയിനിന് തുടക്കം കുറിക്കാൻ പ്രമേയം പാസാക്കി. ജില്ലാ പ്രസിഡന്റ് ജെഫേഴ്സൺ മാത്യു, ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ സൂര്യ, ട്രഷറർ സതീദേവി, പ്രദീപ് മംഗലത്ത്, പ്രവീൺ AG, അരവിന്ദാക്ഷൻ മാസ്റ്റർ, ബിബിൻ, ലത വിജയകുമാർ, അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ലിയർ വ്യൂ ഐ കെയറും ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ക്ലിനിക്കൽ ഉദ്ഘാടനവും നേത്ര ക്യാമ്പ് ഉദ്ഘാടനവും 28-ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ക്ലിയർ വ്യൂ ഐ കെയർ പെരുമ്പള്ളിശ്ശേരിയിൽ നടക്കും. ക്യാമ്പ് ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9387666664 അല്ലെങ്കിൽ 8592924085 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഭഗവതി ക്ഷേത്ര ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ തകിൽ കലാകാരൻ വള്ളച്ചിറ സതീശനെ അദ്ദേഹത്തിന്റെ ഷഷ്ടിപൂർത്തി ദിനത്തിൽ സുവർണ മുദ്ര നൽകി ആദരിച്ചു. മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വിദ്യാധരൻ മാസ്റ്റർക്ക് വള്ളച്ചിറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തിന്റെ വരവറിയിച്ച് ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ കായവറുക്കൽ ആരംഭിച്ചു. വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ മീൻചന്ത സ്റ്റോപ്പിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ഇന്ന് ഉച്ചയോടെ 1:20-നാണ് അപകടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.